ഹായ് വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാൻ ഇന്നൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം മസാല തയ്യാറാക്കാം. അതിനായി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഡാൽഡയും ചേർത്തിട്ടുണ്ട്. ഒരു 5-6 സവാള നേർമയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തി നന്നായി വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായി വഴന്ന് കിട്ടുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളി സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. അതിനായി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം സവാളയിൽ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, 2 സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 3/4 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈസിനും ചിക്കനും ഉള്ള അളവിനനുസരിച്ച് വേണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാലയിലൊക്കെ നന്നായി പിടിക്കുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് ബിരിയാണിയിലേക്ക് ആവശ്യമായ സവാള പൊരിച്ചെടുക്കാം. ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. ഇപ്പോൾ ചിക്കനെല്ലാം ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% വേവായാൽ മതി ചിക്കൻ. ഇനി ബാക്കി ദമ്മിൽ വെന്ത് കിട്ടിക്കോളും. റൈസ് ഞാൻ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചതാണ്. ഇത് കൈമ റൈസാണ്. ഒരു 80% വേവിലാണ് ഞാനിത് ഊറ്റി വാർത്തത്. ഇനി ഇത് ഈ ചിക്കൻ മസാലയുടെ മുകളിലേക്ക് 2 ലെയറായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഒരു ലെയർ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം. ഇനി ഞാൻ ചിക്കൻ വേവിക്കുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യാം. ഇങ്ങനെ ഇതേപോലെ 2 ലെയറായി ചെയ്ത് നമുക്ക് മൂടി വെച്ച് മൂടിയുടെ മേലെ ഒരു വെയിറ്റും വെച്ച് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുന്നതിനായി ഞാനൊരു പഴയ പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്.
അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ബിരിയാണിയുടെ പാത്രം നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് നേരം ഇത് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി റൈസും മസാലയും വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്.